എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികൾക്ക് ടീച്ചർമാരെന്ന് പറയുന്നത് നല്ല ഓർമ്മകളാണ്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ടീച്ചർമാരെയൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഒന്നാമത് നമ്മൾ അത്ര വലിയ പഠിപ്പിച്ചിട്ടൊന്നും ആയിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം മിക്കവാറും. പിന്നെ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഇപ്പോഴത്തെ പോലൊന്നുമല്ല. ഇപ്പോഴത്തെ കുട്ടികളോടൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് അധ്യാപകർ. നല്ല കഥ രൂപത്തിലാണ് മാത്സൊക്കെ പഠിപ്പിക്കുന്നത്. നല്ല പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നല്ല രീതിയിലാണ് ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ അടി ഇടി ബഹളം ആ മാതിരി സ്റ്റൈലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ചൂടൻ അധ്യാപകരെയൊക്കെ ഭയങ്കര പേടിയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ അധ്യാപകരോടൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും. ഒരു റെസ്പെക്റ്റ് എന്ന് പറയും. നല്ല പാഠങ്ങളൊക്കെ പറഞ്ഞു തരും. അങ്ങനെ സ്ട്രിക്റ്റ് ആയിരുന്നെങ്കിൽ കൂടിയും അങ്ങനെയുള്ള ഒരു അധ്യാപികയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഈ അധ്യാപിക കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു അധ്യാപികയാണ്, ലാബ് അസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ചൂഷണങ്ങളൊക്കെ ജീവിതത്തിൽ നേരിട്ടു. അവർ കേസ് കൊടുത്തിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്നോ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നോ വേണ്ടതായ ഒരു റെസ്പോണ്ട് ഒന്നും അവർക്ക് കിട്ടിയില്ല. അപ്പോൾ അവർ ഒരു പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ച് ഇതിനെതിരെ ഞങ്ങൾ ശക്തമായി മുമ്പോട്ട് പോകും, എന്തായാലും എനിക്ക് നീതി വേണം എന്ന് തന്നെയാണ് ടീച്ചർ ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും ആ ടീച്ചർക്ക് പറയാനുള്ളത് എന്താണ് നമുക്ക് ആദ്യം കേൾക്കാം. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അധ്യാപികയ്ക്ക് നേരെ അവിടെ തന്നെ ജോലി ചെയ്യുന്ന മറ്റൊരു അധ്യാപകൻ നിരവധി കാലമായി ശല്യം ചെയ്യുന്നു, ലൈംഗിക അധിക്ഷേപം നടത്തുന്നു. ഇയാൾക്കെതിരെ കോളേജിൽ പരാതി നൽകിയിട്ടും ആ പരാതിക്കെതിരെ നടപടിയെടുക്കാനോ കൂടുതൽ കാര്യങ്ങളിലേക്ക് നീങ്ങുവാനോ കോളേജ് അധികൃതർ തയ്യാറായില്ല എന്നും പോലീസിന് പരാതി കൊടുത്തിട്ടും പോലീസ് പോലും കൃത്യമായി നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്നുമുള്ള പരാതിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അവിടുത്തെ അധ്യാപിക. എവിടുന്നാണ് വരുന്നത്? ഞാൻ കണ്ണൂർ ജില്ലയിൽ ആയിരുന്നു. ഞാൻ ജോലി ചെയ്യുന്നത് കണ്ണൂർ ധർമ്മശാല സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പോൾ അവിടെ ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റുമായിട്ട് ഞാനൊരു പത്രസമ്മേളനം വിളിക്കാൻ വേണ്ടി ഇന്നലെ രാത്രി പെട്ടെന്ന് KSRTCയിൽ താഴെ പേപ്പർ വിരിച്ച് കിടന്ന് ഇന്നിവിടെ എത്തി. ഞാൻ പത്രക്കാരെ കണ്ടു. അപ്പം എൻ്റെ മുഖം കാണിക്കുന്നതിനൊന്നും എനിക്ക് പ്രശ്നമില്ല. എന്താ കാരണം, ഇരയാണെങ്കിലും ഞാൻ പോരാടാൻ തീരുമാനിച്ചിട്ടുള്ളത്. എൻ്റെ ഭാഗം ക്ലിയർ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. എൻ്റെ ഭാഗത്ത് തെറ്റില്ല. മുഴുവൻ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ എൻ്റെ നഗ്ന വീഡിയോ ഉണ്ടെന്ന് എൻ്റെ ക്ലാസ്സിൻ്റെ മുന്നിൽ എഴുതി വെച്ചിട്ട് അവനെ കോളേജ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അയാളെ പേര് അജിത്ത് AK എന്നാണ്. അവനെതിരെ ഒരു നടപടിയും 2 മാസമായിട്ട് എടുത്തില്ല. അധ്യാപകനാണ്. എൻ്റെ അതേ പോസ്റ്റ്. ഇയാൾ ചെയ്ത വേറൊരു കാര്യം, മദ്യപിച്ചിട്ട് ഡ്യൂട്ടി സമയത്ത് ക്ലാസ്സിൽ വരും. അപ്പം ഞാൻ വരാൻ പാടില്ല എന്ന് പറഞ്ഞതാണ് അയാളെ വൈരാഗ്യം. അപ്പോൾ ഇയാൾ എന്നെ ഇൻസ്ട്രുമെൻ്റ് എടുത്ത് എറിയലും കോളേജിൽ നിന്ന് ചോദിച്ച് എന്നെ മെൻ്റലി ഹരാസ്മെൻറ്റ് ചെയ്ത് ഞാൻ ഡിസംബർ 12 പരാതി കൊടുക്കുന്നത് ഈ നിമിഷം വരെ ഒന്നും ആയില്ല. എന്നിട്ട് ഞാൻ ഒരാഴ്ച മുന്നേ പ്രിൻസിപ്പാളെ ക്യാബിൽ കയറി പ്രശ്നം ഉണ്ടാക്കി. പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിൽ എൻ്റെ പ്രതിഷേധം, സാറേ എനിക്ക് എന്നെ ദ്രോഹിച്ച ആൾ കൂടെ എനിക്ക് ജോലി ചെയ്യാൻ പ്രയാസമുണ്ട്, അയാൾ നിങ്ങൾ എന്തിനിങ്ങനെ സൈൻ ചെയ്യിക്കുന്നത്, എന്തിനാണ് ഇവിടെ വരുത്തുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നിങ്ങളെപ്പോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ അയാളും, എനിക്ക് സൈൻ ചെയ്യിക്കാൻ പറ്റൂല എന്നൊന്നും പറയാൻ പറ്റൂല എന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു ഒന്നിക്കിൽ അയാൾ അല്ലെങ്കിൽ ഞാൻ. അതായത് നിങ്ങൾ കോളേജിൽ പരാതി കൊടുത്തു, കോളേജ് ഒരു നടപടിയും സ്വീകരിച്ചില്ല? ഇല്ല. നടപടി അവരെപ്പോഴും ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്തു, DTക്ക് ഫോർവേഡ് ചെയ്തു. DTയിൽ നിന്ന് നടപടിയില്ല, പോലീസിൽ നിന്ന് നടപടിയില്ല. ഞാൻ കോളേജ് ഗേറ്റിന് 1.5 ദിവസം നിരാഹാരം ഇരുന്നിട്ടാണ് FIR ഇട്ട് വാങ്ങിയത്. ഈ FIRൻ്റെ മേലെ അയാൾ ജാമ്യം എടുത്തു. അയാൾ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണെന്നറിയില്ല. ഞാൻ വിളിക്കുമ്പോൾ തളിപ്പറമ്പ് പോലീസ് പറയുന്നത് അയാൾ മെഡിക്കൽ ലീവാണെന്ന്. അന്വേഷണ ഉദ്യോഗസ്ഥൻ. DTന്ന് ഒരു നടപടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്രിൻസിപ്പാളോട് പ്രതിഷേധിച്ചപ്പോൾ അയാൾക്ക് സസ്പെൻഷൻ ഓർഡർ അടിച്ചു. അതേ സെക്കൻഡിൽ തൊട്ടടുത്ത ഫയൽ നമ്പർ ഇട്ടിട്ട് എനിക്ക് ട്രാൻസ്ഫർ അടിച്ചു. കോഴിക്കോട്, അതായത് വൺ സൈഡ് 140 കിലോമീറ്റർ ചെയ്തിട്ടില്ല. എൻ്റെ ക്ലാസ്സിൻ്റെ മുന്നിൽ എഴുതി വെച്ചത് CCTVയിൽ തെളിഞ്ഞിട്ട് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അയാൾ എഴുതിയത് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ ഈ 30 വർഷം ഒറ്റയ്ക്ക് ജീവിച്ചപ്പോൾ പല പകൽമാന്യന്മാരും കാണൂ, വരുമോ, തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ബന്ധുക്കളായിക്കോട്ടെ, നേതാക്കന്മാരായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ. അത് മരിക്കുന്നതിന് മുന്നേ തുറന്ന് പറയാൻ വേണ്ടി തന്നെ തുടങ്ങിയ ചാനലാണ്. അതിൽ പിന്നോട്ടില്ല. അതാണ് ഇവരെ ചൊടിപ്പിച്ചത്. ഈ ചാനൽ നടത്തിക്കുന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെ ചുമരിന് ശ്രീലതയുടെ നഗ്ന വീഡിയോ 8 PM യൂട്യൂബിൽ നിന്ന് എഴുതി വെച്ചു. അപ്പോൾ അത് CCTVയിൽ നോക്കിയപ്പോൾ ആളെ കിട്ടി, ഈ എന്നെ ആദ്യം ഉപദ്രവിച്ച ആളിന്. എന്നിട്ട് ഇത്ര വൈരാഗ്യം? അയാൾ മദ്യപിച്ച് ക്ലാസ്സിൽ വരുമ്പം ഞാൻ പറ്റൂല, പ്രായമായ പെൺകുട്ടികൾ, എഞ്ചിനീയറിംഗ് കോളേജാണ്, പ്രായമായ കുട്ടികൾ വരുന്ന സ്ഥലമാണ്, എൻ്റെ കസ്റ്റോഡിയൻഷിപ്പിലെ ലാബാണ്, ഇവിടെ പറ്റൂല. ഞാൻ സൗഹാർദ്ദത്തെ പറഞ്ഞു നോക്കി, ഇല്ല. അതാണ് ഈ അധ്യാപകൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അല്ലേ, പ്രശ്നം. പുള്ളിക്കാരി ഒരു ലാബ് അസിസ്റ്റൻ്റ് ആണ്. അതുപോലെ ഇവർക്കെതിരെ സംസാരിച്ച അവരുടെ തന്നെ സെയിം പോസ്റ്റിലുള്ള ഒരു അധ്യാപകനുണ്ട്, അജിത്ത് AK എന്ന് പറഞ്ഞാൽ. മദ്യം കഴിച്ചിട്ടാണ് കോളേജിൽ വരുന്നത്, പഠിപ്പിക്കാൻ പോലും. അപ്പം ഈ ടീച്ചർ പറഞ്ഞു, പെൺകുട്ടികളൊക്കെ വരുന്ന കോളേജല്ലേ, അപ്പം ഒരു ടീച്ചർക്ക് അതിൻ്റെതായ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളൊക്കെ വരുന്ന കോളേജാണ്. പിന്നെ അല്ലാതെ മാതൃകാപരമായിട്ട് പെൺകുട്ടികളെന്നില്ല ആൺകുട്ടികളെന്നില്ല. ഇപ്പം മദ്യപാനത്തിനോ പുകവലിക്കുന്നതിന് ആൺ പെൺ വ്യത്യാസമൊന്നും ഇല്ലല്ലോ.
അപ്പം നിങ്ങളെപ്പോലുള്ള അധ്യാപകരൊക്കെ ഈ മാതിരി ചീത്ത സ്വഭാവം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാണ്, എസ്പെഷ്യലി പെൺകുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എന്ന് പുള്ളിനെ താക്കീത് ചെയ്തത് ആ അധ്യാപകന് ഇഷ്ടപ്പെട്ടില്ല. അതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരിയുടെ ക്ലാസ്സിൻ്റെ മുമ്പിൽ എഴുതി വെച്ചു, ശ്രീലതയുടെ നഗ്ന വീഡിയോ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞോട്ടെ 8 PM സ്ട്രീം ചെയ്യൂ എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. അത് CCTVയിൽ അധ്യാപകർ കണ്ടു. അതിനുശേഷം ചോദ്യം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ 30 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, 30 വർഷമായിട്ട് ഒറ്റയ്ക്ക് ഇതൊക്കെ താമസിക്കുമ്പോൾ ഉള്ളവരുടെ ബുദ്ധിമുട്ടുകൾ അറിയാലോ, പലരും അങ്ങനെ അവരെ കൊടുക്കുമോ തരുമോ എന്നൊക്കെ ചോദിച്ചു എന്നവർ പറയുന്നു. അതൊക്കെ അവർക്ക് വളരെ വേദന ജനിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു. അതുകൊണ്ടാണ് അവർ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അത് അവരനുഭവിച്ച വിഷമം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. മരിക്കുന്നതിന് മുമ്പ് ചെയ്യണം എന്നാണ് അവർ ആഗ്രഹിച്ചത്. ചിലപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ദയനീയമായ അവസ്ഥകളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും മരിക്കുന്നതിന് മുമ്പ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. അങ്ങനെ അവർ കാര്യം നിസ്സാരവൽക്കരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇവർ കഷ്ടപ്പെട്ട് KSRTC ബസ് സ്റ്റാൻഡിൽ ചെന്ന് ന്യൂസ് പേപ്പറൊക്കെ വിരിച്ച് അവിടെ കിടന്നുറങ്ങി. അവിടുന്ന് എഴുന്നേറ്റിട്ടാണ് ഈ പത്രപ്രവർത്തകനെ വെയിറ്റ് ചെയ്തിരുന്ന് ഈ പത്രപ്രവർത്തകനോട് കാര്യങ്ങൾ പറയുന്നത്. ഇങ്ങനെ ഞാനൊരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്, എനിക്ക് നീതി കിട്ടുന്നില്ല, ഞാനൊരു വിക്റ്റിമാണ്, എന്നാൽ പോലും എൻ്റെ ഫോട്ടോ നിങ്ങൾ പ്രചരിപ്പിച്ചോ, എനിക്കൊരു വിഷയമില്ല എന്ന തരത്തിലൊക്കെ ഈ മാഡം സംസാരിക്കുന്നത്. ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അവർ ആ പത്രപ്രവർത്തകന് വേണ്ടി വെയിറ്റ് ചെയ്തത്. അങ്ങനെ ജീവിതത്തോട് മല്ലടിച്ചും പോരാടിയുമാണ് ജീവിക്കുന്ന ഒരു അധ്യാപികയാണ്. ഇവർ മാതൃകാപരമായൊരു പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത്. കാരണം വെച്ചാൽ ഈ അധ്യാപകൻ മദ്യപിച്ച് വന്ന് പെൺകുട്ടികളുള്ളിടത്ത് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ പാടില്ല, ആൺകുട്ടികളുടെ അടുത്ത് അങ്ങനെ പെരുമാറാൻ പാടില്ല, അവരൊക്കെ ഇത് കണ്ടു വളരില്ലേ എന്നുള്ളൊരു ആദി അല്ലെങ്കിൽ അധ്യാപക എന്ന നിലയിൽ ഇപ്പം നമ്മൾ വിചാരിക്കും കുട്ടികളൊക്കെ അധ്യയന വർഷമൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്നേക്കാൾ അധികം സ്കൂളിലായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ ഇവർ കാണുന്നത്, വിദ്യാർത്ഥികൾ കാണുന്ന അധ്യാപകരുടെ മുഖമാണ്, അവരുടെ സംസാരവും രീതികൾ പെരുമാറ്റമൊക്കെയാണ്. അപ്പം ഈ കുഞ്ഞുങ്ങളൊന്നും വഴിതെറ്റി പോകരുത് ഒരിക്കലും. അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ മാഡത്തിന് ഈ കുഞ്ഞുങ്ങളുടെ മേലുള്ള റെസ്പോൺസിബിലിറ്റിയും ആ ഒരു സ്നേഹവും പരിഗണനയും ലാളനയൊക്കെ കൊണ്ട് ഈ അജിത്ത് എന്ന് പറഞ്ഞ അധ്യാപകൻ കുടിച്ചു വന്നത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് പുള്ളിക്കാരി പറയാണ്, നിങ്ങൾ മേലെ കുടിച്ചിട്ട് വരരുത്, പെൺകുട്ടികളുണ്ട് ഇവിടെ, അവർ കാണാൻ പാടില്ല, ഇനി നിങ്ങൾ കള്ളുകൂടി മൂത്തിട്ട് അവരോട് അപമര്യാദയായിട്ടെങ്ങാനും പെരുമാറിയാലോ. ആ ഒരു വേദനയിലാണ് ഈ മാഡം നിന്നിട്ട് ഇവർക്കെതിരെ ചെറുത്ത് നിൽക്കുന്നത്. അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം മാനേജ്മെൻറ്റും ഈ കുടിയനായ അധ്യാപകൻ്റെ ഒപ്പമാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കണേ, നമ്മുടെ ലോകത്തിലെ ന്യായങ്ങളൊക്കെ എവിടെ പോകുന്നു. 30 വർഷമായിട്ട് അനുഭവിച്ചതിങ്ങനെ മറ്റുള്ളവരോട് തുറന്നു പറയാൻ വെമ്പി നിൽക്കുന്ന ഒരു മാഡമാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ വീഡിയോസും കൂടി ഒന്ന് കണ്ടു നോക്കാം. എന്താണ് ഇവർ അനുഭവിച്ചുകൊണ്ടിരുന്നത്, എന്താണ് ഇവരുടെ വിഷമം എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. സൺഡേ കുളിസീനിട്ടിട്ടുണ്ട്, കണ്ടോളൂ. രാത്രി 8 മണിക്ക് ലൈവ് ഉണ്ട്, കുളിസീനിട്ടിട്ടുണ്ട്. പിന്നെ ബാക്കി ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് അവസാനിപ്പിക്കും. എല്ലാ ടെറസൊന്നും എല്ലാ ആൾക്കാർ നോക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ കണ്ടോളൂ. ഹായ്, ഗുഡ് മോർണിംഗ്. എപ്പോഴും പുറത്തുനിന്നല്ലേ വീഡിയോ, ഇന്ന് പോവാൻ ഒരുങ്ങുന്ന വീഡിയോ ആണ്. മാതൃകാപരമായ തീരുമാനങ്ങളും എടുത്ത് കോളേജിലെ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യും, എസ്പെഷ്യലി പെൺകുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു അധ്യാപികയുടെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിനൊക്കെ എന്താ പറയുക, ഇതിനൊക്കെ മടൽ വെട്ടി അടിക്കണ്ടേ? എന്താ പറയുക, പണ്ടത്തെ കാലത്ത് പറയത്തില്ല തെരണ്ടിവാലിനടിക്കണമെന്ന്, അതുപോലെ അടിക്കണം. നിങ്ങൾക്ക് നല്ല പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് കുഞ്ഞുങ്ങളെ മാതൃകാപരമായി നടത്തേണ്ട അധ്യാപിക ഇതാണ് ചെയ്യുന്നത്. അധ്യാപിക എന്തുദ്ദേശിച്ച ഇത് തുടങ്ങിയേ എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിൽക്കുന്ന ഈ അധ്യാപിക എന്താ പറയേണ്ടതെന്ന് എനിക്ക് വാക്ക് കിട്ടുന്നില്ല. അത്ര എനിക്ക് ദേഷ്യം തെറി പറയാനാണ് തോന്നണേ. ഈ പുള്ളിക്കാരി നിന്നിട്ട് പറയാണ്, അജിത്ത് എന്ന് പറഞ്ഞ അധ്യാപകൻ മദ്യപിച്ചിട്ട് വന്നിട്ട് ആ പിള്ളേരെ നേരെ ഇതാക്കും, പിള്ളേർ വഴിതെറ്റി പോവും, ഞാൻ അതിനെതിരെ സംസാരിച്ചു, അയാളുടെ മദ്യപാനത്തിനെതിരെ സംസാരിച്ചുകൊണ്ട് അയാൾക്ക് എന്നോട് വൈരാഗ്യം തീർക്കുന്നതാണ്. എൻ്റെ പൊന്നു സ്ത്രീയെ, എനിക്ക് നിങ്ങളെ അധ്യാപിക എന്നൊന്നും വിളിക്കാൻ തോന്നില്ല. നിങ്ങളെപ്പോലൊരു നികൃഷ്ട, നിങ്ങൾ എന്ത് തരം അധ്യാപികയാണ്? ഇതിലൊക്കെ നല്ല വൃത്തിക്ക് ചെന്നിട്ട് പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപിക രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈവ് സ്ട്രീമിംഗ് ആണ്. പറഞ്ഞാൽ കേട്ടില്ലേ, എൻ്റെ കുളി ഞാൻ ഇട്ടിട്ടുണ്ടെന്ന്. രാത്രി 8 മണിക്ക് ലൈവ് ഉണ്ട്, വരണം കണ്ടോന്ന്. അടുത്ത വീഡിയോയിൽ പറയുകയാണ്, എന്ന് നിങ്ങൾ പുറമേ ഉള്ളതല്ലേ കണ്ടിട്ടുള്ളൂ, ഇനി അകത്തുള്ളത് നിങ്ങളെ കാണാമെന്ന്. ഇന്ന് വേറൊന്നുമില്ല, ഇന്ന് മേക്കപ്പ് ഇടുന്ന വീഡിയോ എന്ന്. മേക്കപ്പ് ഇടുന്ന വീഡിയോ തന്നെ ശരീരം മൊത്തമാണോ മേക്കപ്പ് ഇടുന്നത്? ആ മാതിരി ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ ഇതൊക്കെ ആൾക്കാരെ കാണിക്കാനും ഇതൊക്കെ വേണ്ടിയിട്ടല്ലേ. പിന്നെ എങ്ങനെ നീതി കിട്ടുമെന്ന് പറയണേ? കോളേജിൽ മാനേജ്മെൻറ്റ് ഇത് ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ? അതൊക്കെ മാത്രമല്ല, വേറെ ആരെങ്കിലും ശ്രദ്ധപ്പെട്ടാൽ അവരും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവർ ചെക്ക് ചെയ്യാതിരിക്കുമോ? അവർ അന്വേഷിക്കാതിരിക്കുമോ? അതിനുശേഷം ഇത് കേസ് പോലീസിൽ പോയെങ്കിൽ പോലീസ് അന്വേഷിക്കാതിരിക്കുമോ? ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ആ അധ്യാപകൻ്റെ പേരിൽ ഒരു കുറ്റവും ഇല്ലയെന്ന് കണ്ടു, അതുകൊണ്ട് അവർ അടങ്ങിയിരുന്നു. നിങ്ങൾക്ക് അത്ര ബുദ്ധിയില്ലാത്ത ആളാണ് നിങ്ങൾ. എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപികയായത് എങ്ങനെയാണ്? അത്ര പോലും ബുദ്ധിയില്ലാത്ത ആളാണോ നിങ്ങൾ? നിങ്ങളൊക്കെ എന്നാ ചെയ്യേണ്ടത്? ഭിത്തിയെ പിടിച്ചിട്ട് ഉരയ്ക്കണ്ടേ? നിങ്ങൾക്ക് എന്തിൻ്റെ സൂക്കേടായിരുന്നു? എന്ത് കാണിച്ചു കൂട്ടുമോ നിങ്ങൾ? ഇതെല്ലാം കഴിഞ്ഞിട്ട് വലിയ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നടക്കുന്ന വലിയ മാന്യായ അധ്യാപിക
പത്രസമ്മേളനം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയാമോ, എൻ്റെ ദൈവമേ ഇതിനൊരു നീതി കിട്ടാതെ പോയല്ലോ, പാവം പിടിച്ചത്, അതിനൊരു നീതി കിട്ടിയില്ല, എങ്ങനെയും ഒരു നീതി കിട്ടിയാൽ മതിയെന്ന്. അതിൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോ കണ്ടപ്പോഴാണ് അറിഞ്ഞത് പുള്ളിക്കാരി ഈ തരത്തിലുള്ള വീഡിയോ ഒക്കെ ഇടുന്നതെന്ന്. പിന്നെ കുട്ടികളെ പറഞ്ഞിട്ട് എന്നാ കാര്യം, ഈ പുള്ളിക്കാരത്തിയൊക്കെ ഈ മാതിരി വീഡിയോ ഇട്ട് പിള്ളേരൊക്കെ കയറി പിടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ പിള്ളേർക്കാ കുറ്റം. വീട്ടുവാക്കിന് കയറി പീഡിപ്പിച്ചേച്ചൊക്കെ പോകുന്നത് ഇതുകൊണ്ടല്ലേ. എന്നിട്ട് നിങ്ങൾ ആരെയാണ് കുറ്റം പറയണത്? എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, ഇവർക്കെതിരെ ആദ്യം നല്ല കഠിനമായ നിയമ നടപടി എടുക്കണം. കാരണം ഇവരെ പോലൊരു അധ്യാപിക ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് രാത്രിയിൽ വേറെ സ്വഭാവം, പകൽ വന്ന വലിയ മാന്യം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.